Hi guys and welcome back to my YouTube vlog. അപ്പം ഇന്ന് ഞാൻ ഓഫല്ല, എനിക്ക് കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2-3 മാസമായിട്ട് ഞാനൊരു മാല കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള ഒരു ഗോൾഡ് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു കണ്ടംപററി ടൈപ്പ് ഓഫ് മാലയാണ്. US ഡ്രസ്സിൻ്റെ കൂടെ ഇടാം, ഇന്ത്യൻ ഡ്രസ്സിൻ്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന. എനിക്ക് കുറച്ച് കണ്ടംപററി ജ്വല്ലറി പീസസ് വേണമായിരുന്നു ഇൻ ഗോൾഡ്. സോ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദിവസം പോയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയായിരുന്നു. അതിന് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് 3 മാസമായി. പിന്നെ മറന്നുപോയി ആ കാര്യം, പിന്നെ പിക്ക് ചെയ്യാനുള്ള കാര്യം. ഒരിക്കലും സമയം സൗകര്യപ്പെട്ടില്ല. സോ ടുഡേ ഐ എം ഗോണ ഗോ ഗെറ്റ് ദാറ്റ് ആൻഡ് ലുക്ക് അറ്റ് another few additional gold pieces. So I decided I'll take you guys with me. Let's go. പുറത്ത് ഭയങ്കര ചൂടാണ്. നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ആക്ച്വലി എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഈ ഒരു ജ്വല്ലറി ഷോപ്പിലോട്ട്. പക്ഷേ 85 degrees ആണ് പുറത്ത്. അപ്പം ആ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഊബർ വിളിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് ഷോപ്പ്. കൂടുതൽ ഇവിടെ സെല് ചെയ്യുന്ന അറബിക് പീസസ് ആണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സ്റ്റോഴ്സിൽ കിട്ടാത്ത ചില പർട്ടിക്കുലർ ഡിസൈൻസ് ഇവിടെ കിട്ടും. ഇന്ത്യൻ സ്റ്റോഴ്സിൽ അവർ വിൽക്കാത്ത ചില പ്രത്യേക പീസസൊക്കെ അവരിവിടെ വിൽക്കാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു പീസാണ് കേട്ടോ. ഇതിനെന്താ വിളിക്കാന്ന് അവരോട് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതുപോലത്തെ കാർട്ടിയർ ഡ്യൂപ്സ് ഒക്കെ ഇവിടെ സെല് ചെയ്യും, വിച്ച് ഐ ലവ് ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻ 22 or 21K ഗോൾഡ്. ഇതും ഞാൻ പറഞ്ഞത് നേരത്തെ കാണിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട്. ഇത് ഞാൻ മേടിച്ചാൽ കാണാതെ പോവും. പക്ഷേ റിങ്സും ഇവിടെ നല്ല സെലക്ഷൻസും ഉണ്ട്. ഞാൻ വാങ്ങിക്കാത്തതിൻ്റെ റീസൺ ഇൻവെസ്റ്റ്മെൻറ്റ് പീസായിട്ട് മേടിച്ചുകൊണ്ട് സ്റ്റോണിൻ്റെ വാല്യൂ കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്താൽ ഞാൻ വാങ്ങാഞ്ഞേ. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പീസാണ്. ഐ വാണ്ടഡ് ദ വൺ വിത്ത് 5 ഓഫ് ദ ക്ലോവേഴ്സ്. സോ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാച്ചിങ് റിങ് ആയിരുന്നു ഇത്. പിന്നെ ഇവിടെ ഇവരുടേതായുള്ള കുറേ, ഇവരുടെയൊക്കെ കല്യാണങ്ങൾക്ക് ഇവർ ഇതുപോലത്തെ ഒക്കെ ഇടുന്നത്. അതുപോലത്തെ ഒന്നും നമ്മൾ വാങ്ങില്ല. പക്ഷേ ഞാൻ ചുമ്മാ കണ്ടപ്പം ഒന്ന് എടുത്തു വെച്ചതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഷൈനിങ് ആയിരുന്നു. പിന്നെ ഇതും ഞാൻ കണ്ണു വെച്ചിട്ടുള്ളത്. ഇതും എനിക്ക് 5 മോട്ടീവ്സ് വേണമായിരുന്നു. ഒരു 3 എണ്ണത്തിൻ്റെ കാണിച്ചപ്പം 5 എണ്ണത്തിൻ്റെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു പീസായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷേ ഈ ഒരു സാധനത്തിന് തന്നെ ഒരു 3 പവനുണ്ട്. ഭയങ്കര ഹെവിയാണ്. പിന്നെ ആ സ്റ്റോൺസിൻ്റെ എല്ലാം വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് കണ്ടപ്പം ഞാൻ വാങ്ങിച്ചില്ല. പക്ഷേ എനിക്കത് നോക്കി ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസും നല്ല രസമുണ്ടായിരുന്നു. എനിക്കിതുപോലത്തെ സിമ്പിൾ വളകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ലൊരു സെറ്റ് ഓഫ് വളകളായിരുന്നു ഇത്. 6 എണ്ണത്തിൻ്റെ സെറ്റായിട്ടായിരുന്നു അവരിത് സെല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് ഓഫ് വളയായിരുന്നു ഇത്. ആൻഡ് നമ്മുടെ പർച്ചേസ് ചെയ്തു. ആൻഡ് ഇനി വീട്ടിൽ പോയിട്ട് നമ്മുടെ പർച്ചേസ് എന്താണെന്ന് കാണിച്ചു തരാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഐ ആം സൂപ്പർ ഹാപ്പി വിത്ത് ടുഡേയ്സ് പർച്ചേസ്. കുറച്ച് അധികം പർച്ചേസസ് നമ്മളിന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും എന്നോട് പറയും നാട്ടിൽ പോയാലാണ് കുറച്ചുകൂടെ നല്ല റേറ്റ്സ് ഒക്കെ കിട്ടുക, നാട്ടിലാണ് കുറച്ചുകൂടെ നല്ല സ്വർണം കിട്ടുക എന്ന്. പക്ഷേ ഇവിടെയും 22 ക്യാരറ്റും 21 ക്യാരറ്റുമായിട്ടുള്ള ഗോൾഡ് അവൈലബിൾ ആണ്. അറബി ഷോപ്സിലാണ് കൂടുതൽ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അവരുടെ ഡിസൈൻസും എനിക്ക് കുറച്ചുകൂടെ കണ്ടംപററി ഡിസൈൻസ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള ഡിസൈൻസാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സ്വർണ്ണത്തിനോട് ഭയങ്കര ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും സ്വർണ്ണമൊന്നും ഇടാറില്ല. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ആസ് ഐ എം ഗെറ്റിംഗ് ഓൾഡർ ആൻഡ് മാരേജ് ഇസ് കമ്മിങ് നിയർ, ഐ തോട്ട് എപ്പോഴും ഇടാൻ പറ്റിയ നല്ല പീസസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ചിലവരൊക്കെ ഇങ്ങനെ പതക്കം പോലത്തെ മാല മേടിക്കുമ്പോൾ ഐ എം നെവർ ഗോണ വെയർ ദാറ്റ് അഗൈൻ ഇൻ മൈ ലൈഫ്. അതൊരു എന്നാ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പീസായിട്ട് ഇതിൽ ലോക്കറിൽ വെക്കാന്നല്ലാതെ നമുക്കത് ഡേ ടു ഡേ ലൈഫിലൊക്കെ യൂസ് ചെയ്യാനും എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകാനും ഒരു ഡേറ്റ് നൈറ്റോ ഒരു ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനോ ഒക്കെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പം അതുപോലത്തെ പീസസ് ആയിരുന്നു ഞാൻ അന്വേഷിക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു മാല ചെറുതാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാനാണ് ഞാൻ ചെന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ 2 മാല ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാതെ കണ്ടാലോ നമ്മൾ ഏതൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന്. കമാ, ഞാൻ നല്ല നല്ല പീസസ് വാങ്ങിക്കുമ്പം ഞാൻ എപ്പോഴും ആലോചിക്കും ഭാവിയിൽ എൻ്റെ മക്കൾക്ക് കൊടുക്കാമല്ലോ എന്ന്. എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ മോക്ക് അല്ലെങ്കിൽ എൻ്റെ മോൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് അങ്ങനെ ഒരു ചെറിയൊരു നമ്മുടെ എയർലൂം പോലെ കൊടുക്കാമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. അപ്പം എനിക്ക് ഇഷ്ടമാണ് നല്ല പീസസ് വാങ്ങിച്ച് വെക്കാൻ. എസ്പെഷ്യലി പീസസ് ദിസ് ഇസ് ദ വൺ. ഇതാണ് ഞാൻ വിളക്കാനല്ലല്ലോ, ഞാൻ ചെറുതാക്കാൻ കൊടുത്തിരുന്ന പീസ്. നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു, നാട്ടിലിതൊക്കെയൊന്നും എനിക്കറിയില്ല, മേ ബി നാട്ടിലിത് ഉണ്ടാവില്ല. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ.
സോറി, എൻ്റെ അലാം ഓണായിപ്പോയി. സോ ഇതാണ് ഞാൻ ചെറുതാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഹെറിംഗ് ബോൺ കട്ടെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിനെ വിളിക്കുക. ഇത് കുറച്ച് ലോങ് ആയിരുന്നു, ഇവിടം വരെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം കണ്ട പീസ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ ഇതെടുത്തിട്ട് എനിക്ക് ഷോർട്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫ്രീ ഓഫ് ചാർജ് ഷോർട്ടാക്കി തരാം, എന്നിട്ട് നമ്മൾ ആ ഗ്രാമിന് വിൽക്കാം എന്ന് പറഞ്ഞു. സോ ഞങ്ങൾക്ക് ചുമ്മാ ഒന്ന് വെച്ച് കാണിക്കാം. ഇതിനേക്കാളും കുറച്ചുകൂടെ നീളമുണ്ട്, ഞാൻ പുറകിലോട്ട് കൊളുത്തിട്ടിട്ടില്ല. ആൻഡ് ലെറ്റ് മീ ബ്രിങ് ദിസ് ക്യാമറ. എനിക്കിത് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം ഒരു 10 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ദിസ് വിൽ സ്റ്റിൽ ബി ഇൻ സ്റ്റൈൽ. സോ പിള്ളേർക്കാണെങ്കിലും കൊടുത്താലും ഐ നോ ദേ വുഡ് സ്റ്റിൽ ലൈക്ക് ദിസ് ഇൻ 10 or 20 years. സോ അതാണ് എനിക്ക് ഇതിനോട് ഇത്രയും ഇഷ്ടം തോന്നാനുള്ള കാരണം. നല്ല ഭംഗിയില്ലേ, കണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര കണ്ടംപററി ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ഏത് പുറത്തൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് സ്റ്റണ്ണിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പം അമേരിക്കൻ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്യാം, ഇന്ത്യൻ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്യാം. വെരി സേഫ് ആയിട്ടുള്ള ഒരു ക്ലാസ്പാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ആ ക്ലാസ്പും ഞാൻ നിങ്ങളെ കാണിക്കാം. നാട്ടിൽ കിട്ടുന്ന മറ്റേ എം പോലത്തെ ക്ലാസ്പിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്പാണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിൻ്റെ ഒരു പാദസരം ഉണ്ടാക്കിയാലും നല്ല ഭംഗിയായിരിക്കും. ഇത് സ്ലിമ്മായിട്ട് ഇരുന്നാലും അത്യാവശ്യം ഖനമുണ്ട്. ഇതൊരു ഐ തിങ്ക് 1.5-1.25 പവനുണ്ട്. നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. I'm very happy with this purchase. Let's go on to the next one. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലാർക്കും സ്വർണ്ണത്തിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പം എന്നോട് എപ്പോഴും പറയും നീ സ്വർണ്ണം മേടിച്ച് പൈസ കളയാതെ എന്ന് പറയും. ഞാൻ 6 മാസം മുന്നേ എനിക്കിങ്ങനെ ഒരു സ്വർണ്ണം മേടിക്കൽ ക്രേസ്, 3 മാസം മുന്നേ ഒരു സ്വർണ്ണം മേടിക്കൽ ക്രേസ് വന്നായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു നീ വാങ്ങിക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്വർണ്ണം ഒന്നും ഇപ്പോൾ മേടിക്കണ്ട, ഇപ്പോൾ ഭയങ്കര വില കൂടിയിരിക്കുക, വില കുറയുമ്പോൾ വാങ്ങാമെന്ന്. കഴിഞ്ഞ 6 മാസത്തിൽ 15,000 രൂപയാണ് പവന് സ്വർണ്ണ വില കൂടിയത്. സോ നമ്മൾ നാളത്തേക്ക് ഇത് ചിന്തിച്ച് മാറ്റി വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്നത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സംഭവം നമ്മൾ വാങ്ങിക്കുക ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പീസായിട്ട് വെക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയും നമുക്ക് ഇടാൻ പറ്റുന്ന സ്വർണ്ണം മേടിക്കുക, അല്ലാതെ അത് എവിടെയെങ്കിലും ബാഗ് ലോക്കറിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, നമുക്കൊരു ഇവൻറ്റ് വരുമ്പം നമുക്ക് ഇടാൻ പറ്റുന്ന പീസസ് മേടിച്ച് വെക്കുക എന്ന് ഞാൻ എപ്പോഴും പറയും. എന്നും പറഞ്ഞാൽ വലിയ ഇപ്പോൾ ഇതുപോലത്തെ കമ്മലൊന്നും സ്വർണ്ണത്തിൽ മേടിക്കാൻ, ഇപ്പോൾ കല്യാണത്തിന് മേടിക്കുകയൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മേടിക്കാൻ ഞാൻ പറയില്ല അൺലെസ് യു വുഡ് വെയർ ഇറ്റ്. കൂടുതൽ മാല, മോതിരം പോലത്തെ ഐറ്റംസൊക്കെ ഇതിനോടാണ് എനിക്ക് താല്പര്യം. നാട്ടിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും ഒരു സ്വർണ്ണ പാത്രം നോക്കി വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് സ്റ്റണ്ണിങ് വൺ. ഓക്കെ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇത് കണ്ടപ്പം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കണേന്ന് പറഞ്ഞിട്ട് ചെന്നൊരു ഐറ്റമാണ് കേട്ടോ. ഞാൻ വാങ്ങുമ്പം യുണീക്ക് ആയിട്ടുള്ള പീസസ് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കും. ഐ തോട്ട് ദിസ് വാസ് ക്യൂട്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് സ്റ്റൈൽ. നാട്ടിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരെണ്ണം ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. ഇത് കൂടുതലൊരു അറബ് സ്റ്റൈലാണ്. കണ്ട് ഇങ്ങനെ കിടക്കും, ഇങ്ങനെ വളഞ്ഞ് കിടക്കും. അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം. ഇട്ട് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. ഭയങ്കര ഭംഗിയാണ്. കടയിൽ വെച്ച് ഞാൻ ഇട്ട് നോക്കി, അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇത് പാക്ക് ചെയ്തോളാൻ, ഇതിവിടെ വെച്ചിട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല, ഒട്ടനെ പാക്ക് ചെയ്തോളാനാണ് ഞാൻ പറഞ്ഞത്. നമുക്കന ഷോ യു ഗൈസ്. നമ്മുടെ കഴുത്തിൽ അത് കിടക്കുമ്പം ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ അതിങ്ങനെ ഷൈൻ ചെയ്യും. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമ്മളിങ്ങനെ ഷൈനിങ് ആയിട്ട് നമുക്ക് തോന്നും. സോ ഞാൻ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു പർച്ചേസ് വെച്ച്. ഐ തിങ്ക് ഈ 3 മാല ഞാൻ വാങ്ങിച്ചായിരുന്നു, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മാല തന്നെയായിരുന്നു. ദിസ് ഈസ് ഐ തിങ്ക് മൈ ഫേവറേറ്റ് ഓഫ് ദ 3. ഇത് ഐ തിങ്ക് കുറച്ചുകൂടെ നമുക്ക് ഇന്ത്യൻ ഡ്രസ്സസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെരി പ്രിറ്റി ടൈപ്പ് ഓഫ് ചെയിനാണ്. കുറച്ചുകൂടെ ഒരു ഇന്ത്യൻ ലുക്കൊക്കെ വരുന്ന, എന്നാൽ ഇന്ത്യയിൽ നമുക്കങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനാണ്. ഇറ്റ്സ് വെരി നൈസ്. ഇത് ഐ തിങ്ക് ഒരു 1.5 പവനോ അങ്ങനെ എന്തോ. അതും ഞാൻ എൻ്റെ ലെങ്ത്തിന് മേടിച്ചതാട്ടോ. ഐ തിങ്ക് ദിസ് ഇസ് 16 ഇഞ്ചസ് സംതിങ്. എത്ര ഇഞ്ചസ് ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പക്ഷേ അത്യാവശ്യം ഇവിടെ ഹിറ്റ് ചെയ്ത്, കോളർ ബോണ്ട് താഴെ ഹിറ്റ് ചെയ്യുന്നൊരു ലെങ്ത്താണ് എനിക്കിഷ്ടം മാലയൊക്കെ മേടിക്കുമ്പം. ദാറ്റ്സ് വാട്ട്സ് സൂട്ടബിൾ ഫോർ മൈ നെക്ക്. ഇനി നമുക്ക് ഒരു മാലയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. ഇത് ഞാൻ കുറച്ചും കൂടെ ഒരു ഹെവി ആയിട്ടുള്ളൊരു മാലയാണിത്. ഇച്ചിരി കൂടെ മറ്റേ രണ്ടിനേക്കാളും അത്രയും ഡെയിലി വെയർ മേ ബി സൂട്ടബിൾ അല്ലായിരിക്കും. ഇത് ഒത്തിരി ലെങ്ത്തില്ലെങ്കിലും അത്യാവശ്യം
കനമുള്ളൊരു മാലയാണ്. അതിന് ഐ തിങ്ക് അറൗണ്ട് 2 പവനോളം ഉള്ള ഒരു അത്യാവശ്യം കനം ഉള്ളൊരു മാലയാണിത്. ദിസ് ഈസ് ദാറ്റ് മാല. നാട്ടിലെ ബോംബെ ചെയിൻ ഒക്കെ പോലെ ഉള്ളൊരു മാലയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ലെങ്ത് ഉള്ളത് ഞാൻ അവിടെ ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബ്രദറിനോ ഫിയോൻസയ്ക്കോ ഒക്കെ ഇടായിരുന്നു. പക്ഷെ ഇത് അവർക്ക് എൻ്റെ ലെങ്ത്തിലേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഒരു ലെങ്ത്തിനെ കിട്ടിയുള്ളൂ. സോ ഇതുപോലത്തെ തന്നെ എനിക്ക് ഒരു മാലയുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു മാല ഉണ്ട്. അപ്പോൾ തന്നെ അത് ഭയങ്കര ലോങ് ആണ്. പിന്നെ കുറച്ചുകൂടെ ഓൾഡർ ഫാഷനാണ്. നാട്ടിലെ ടിപ്പിക്കൽ ബോംബെ ചെയിൻ ആണ് ഇത്. പക്ഷേ ഇതിന് കുറച്ച് ഗ്രാം ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് വെയിറ്റ് ഉള്ളൊരു ടൈപ്പ് മാലയാണ്. ആൻഡ് ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് കാണിക്കാം നിങ്ങളെ. വാ, സോ പ്രിറ്റി ഗൈസ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാല കേട്ടോ. നമ്മൾ ഈ ഇപ്പോൾ പെട്ടെന്നൊക്കെ ഒരു കുർബാനയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മാച്ചിങ്, എല്ലാത്തിനും മാച്ചിങ് സെറ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിട്ടാൽ എന്തായാലും ഒരു ക്ലാസി ലുക്ക് വരും. ഭയങ്കരവും ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ദാറ്റ്സ് മൈ ഗോൾഡ് പർച്ചേസ് ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ പർച്ചേസ് വെച്ചിട്ട്. അത് പ്രൈസ് വെച്ചിട്ടാണെങ്കിലും അവരുടെ കസ്റ്റമർ സർവീസ് വെച്ചിട്ടാണെങ്കിലും അവരുടെ ടൈപ്സ് ഓഫ് സ്റ്റൈൽസ് അവൈലബിൾ വെച്ചിട്ടാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിലും ഇൻവെസ്റ്റ്മെൻറ്റ് പീസസ് മേടിക്കാൻ വേണ്ടി ഐ എം ഗോയിങ് ബാക്ക്. ആൻഡ് ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം ID താഴെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഷിക്കാഗോയിൽ നല്ല ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ദാന ജ്വല്ലേഴ്സ്. ആൻഡ് ദാറ്റ് വാസ് മൈ കുട്ടി ഗോൾഡ് ഹാൾ ആൻഡ് പ്രീ വെഡിങ് പർച്ചേസ് ഹാൾ. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് യെറ്റ്. ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ടേക്ക് കെയർ. ചക്കരയുമ്മ, ബൈ.